ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചന ധ്യാനത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. പ്രധാനമായും നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിലല്ല കർത്താവ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ മഹിമ എന്താണ്? മഹിമയിൽ വാണിരുന്ന കർത്താവ് മഹിമകളെയും ഒക്കെ ഉപേക്ഷിച്ച് മനുഷ്യപുത്രനായി ലോകത്തിൽ വന്ന് മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഞാൻ ശുശ്രൂഷ സ്വീകരിക്കാനല്ല വന്നത്, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനു മുൻപിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും, അതായത് അന്യോന്യം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് നമ്മെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുവൻ മറ്റൊരുവന് ന്യായമായ രീതിയിൽ കീഴ്പ്പെട്ടിരുന്ന് വിനയത്തോടെ അന്യോന്യം പെരുമാറുകയും അന്യോന്യം ബഹുമാനിക്കുകയും ദൈവരാജ്യത്തിന് ചേർന്നതായ കാര്യങ്ങൾ, പ്രവർത്തികൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? ജാതികൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ നേതാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. എന്നാൽ ഇവിടെയോ കർത്താവായ തമ്പുരാൻ നമുക്ക് വേണ്ടി തൻ്റെ സമയവും ഒക്കെ ചെലവഴിക്കുന്നത് നമ്മെ ശുശ്രൂഷിക്കാൻ. എങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട്? നമ്മെ വിശുദ്ധീകരിക്കാനായിട്ട് താൻ തന്നെ മനുഷ്യനായി അവതരിച്ച് ക്രൂശിലേറി തന്നെ യാഗമായി തീർത്തു എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ നിന്നും വായിക്കുന്നത്. അതങ്ങനെയാണ് കർത്താവ് ചെയ്തതും. ഇവിടെ നമ്മൾ മനുഷ്യപുത്രൻ്റെ മഹിമ എന്നുള്ള കാര്യത്തിൽ മനുഷ്യപുത്രനെക്കുറിച്ച് പിതാവായ ദൈവം പറയുന്നത് നമ്മൾ കേട്ടു. ഇതാ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. അതായത് പിതാവിൻ്റെ ഹിതം ചെയ്യുവാനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ തമ്പുരാനെയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു, എന്നാൽ നിങ്ങൾ അങ്ങനെ അരുത്. ആരെ മഹത്തുക്കൾ എന്ന് വെച്ചാൽ സാധാരണ ആളുകൾ, പണമുള്ളവരും പ്രതാപമുള്ളവരും ശക്തിയുള്ളവരുമൊക്കെ ബലഹീനരുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അവരുടെ ഇഷ്ടത്തിനുള്ള കാര്യം അത് ബലഹീനരായവരെ കൊണ്ട് ചെയ്യിക്കുന്നു. എന്നാൽ കർത്താവ് അങ്ങനെയല്ല, ബലഹീനരെ താങ്ങുന്നു, ബലഹീനർക്ക് ശക്തി പകരുന്നു, ക്ഷീണിച്ചിരിക്കുന്നവരെ ഉയർത്തുന്നു, കൈപിടിച്ചുയർത്തുന്നു. ഇതാണ് കർത്താവിൻ്റെ ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് വാസ്തവത്തിൽ ഇത്. അതായത് ഇന്ന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ കാര്യക്ഷമതാ തത്വങ്ങൾ, അതായത് ഓരോ കാര്യം ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ രാജ്യം എങ്ങനെയായിരിക്കണം, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അധികാരമുള്ളവൻ അധികാരത്തിൻ്റെ തലക്കനവും വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ അവർക്ക് മാതൃകയായിരിക്കത്തക്കവണ്ണം ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ കർത്താവ് ഇവിടെ എന്താ 13-ാം അധ്യായത്തിൽ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്നത്, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അവിടെ നിന്നും എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി.
അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തത്? ഇതൊരു മാതൃകയായിട്ടുള്ള ഒരു ലെസൺ, ഒരു പാഠം അവരെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കാല് ചെന്ന് കഴുകാനോ തുവർത്താനോ ആണോ ഇത് പറയുന്നത്? അല്ല, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം നമുക്ക്. അതായത് നമ്മുടെ പ്രതാപം നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് മറ്റുള്ളവരോട് പറയുന്നതല്ല മാഹാത്മ്യം. എങ്ങനെയാണ്? അവരോട് കൂടെ ഒന്നിച്ച് ചേർന്ന് ഒരു പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിനായിട്ട് പ്രവർത്തിക്കണം. ദൈവരാജ്യം ഭൂമിയിൽ വരണമെങ്കിൽ, അത് ഇന്നും അത് ആകണമെങ്കിൽ നമ്മൾ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ശ്രേഷ്ഠതയേറിയ നന്മകളും ശ്രേഷ്ഠതയേറിയ ശുശ്രൂഷകളും അന്യോന്യം ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? കർത്താവായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിപ്പാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അത് നമ്മൾ എന്താണ് നാം ചെയ്യേണ്ടത്? വിനയപ്പെട്ട് നമ്മുടെ ആ ധാർഷ്ട്യതയും ഞാനാണ് വലുത്, നിങ്ങളെക്കാളൊക്കെ വലുത് ഞാനാണ്, എന്നെ ബഹുമാനിക്കുക എന്ന് പറയുന്നതിന് പകരം അവരോട് താതാത്മ്യപ്പെട്ട് അവരുമായി ഒന്നിച്ചു ചേർന്ന് നന്മയുടെ സുവിശേഷത്തിന് കൈകോർക്കുക എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്.